നിന്നെക്കുറിച്ച് നിന്റെ അമ്മയ്ക്ക് വലിയ വിഷമമുണ്ട്. എനിക്കും. നീ ആ പഴയ ജാക്സൺ ആയാൽ മതി, അതാ എനിക്കിഷ്ടം. നീ എന്താ ഒന്നും മിണ്ടാത്ത? ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടം പഴയ ജാക്സനെ ആയിരിക്കും. കാണാൻ നല്ല രസമല്ലേ, ചാണകവും വാരി പോത്തിനെ പോലെ പണിയെടുത്ത് നടക്കുന്ന ജാക്സൺ. അത് മറ്റുള്ളവരുടെ ഇഷ്ടം. പക്ഷെ എനിക്കിഷ്ടമല്ല ജാക്സനെ. ഐ ഹേറ്റ് യു. നിങ്ങളൊക്കെ വിചാരിക്കണ പോലെ ആ ജീവിതം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. എനിക്കും വേറെ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതെന്താ? അതിപ്പോ ഞാൻ പറയണില്ല, പിന്നെ പറയാം. അത് പറ്റില്ല, നീ ഇപ്പൊ പറയണം. ഇത് മറ്റാരോടും പറയരുത്. കാര്യം നടന്നിട്ടേ മറ്റുള്ളവർ അറിയാവൂ. ഏറ്റു ഉറപ്പ്. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. സിനിമയിലോ? കുറച്ചു ദിവസമായിട്ട് ഞാൻ സിനിമാ സംവിധായകരെ കാണാൻ പോയിരിക്കായിരുന്നു. അവരൊന്നും ശരിയല്ല, ഭയങ്കര ചാടകളാ. കുറച്ച് പാടാ, സമയം എടുക്കും. എടാ, നിനക്ക് അഭിനയിക്കാൻ അറിയണ്ടേ? അഭിനയൊക്കെ എനിക്കറിയാം. എങ്ങനെ? ഞാൻ സ്കൂളിൽ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ളല്ലേ. പിന്നെ വീട്ടിൽ ഞാൻ സ്ഥിരം അഭിനയിച്ചു നോക്കാറുണ്ട്. നന്നാവുണ്ട്. അലി പ്രസാദായിട്ട് ഒരു സംഭാഷണം പറ, ഞാൻ അഭിനയിച്ച് കാണിക്കാം. വേണ്ട 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 വേണ്ട, എനിക്കറിയാം നീ നന്നായി അഭിനയിക്കുന്നു. പിന്നെ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് അഭിനയം പഠിച്ചാലല്ലേ നമുക്കൊരു അവസരം വരുമ്പോ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലേശം കൂടി പഠിക്കാണ്ട്. അത് തന്നെ അത് തന്നെ അത് തന്നെ. ഞാനൊരു ഐഡിയ പറയാം. എന്റെ പരിചയത്തിൽ ഒരു നാടകം നടന്നു. ഞാൻ അയാളെ നിനക്ക് പരിചയപ്പെടുത്തി. അയാളുടെ കൂടെ നിനക്ക് അഭിനയം പഠിക്കുകയും ചെയ്യാം, ബാക്കി സമയം നിനക്ക് വീട്ടിലെ ജോലിയും ചെയ്യാം. അത് നടക്കില്ല. അത് വേണ്ട, രണ്ടും കൂടി ഒന്നും നടക്കില്ല ഇനി. പിന്നെ ചേട്ടാ, സിനിമ കയറാൻ നാടകത്തിനേക്കാൾ നല്ലത് മിമിക്രിയാ. ഞാനിപ്പോ മിമിക്രി പഠിച്ചോണ്ടിരിക്കുക. മിമിക്രിയോ? സിനിമയില് സൂപ്പറായി നിൽക്കുന്ന ജയറാം, കലാഭവൻ മണി, ദിലീപ് ഒക്കെ മിമിക്രിന്ന് വന്നല്ലേ. എന്തിനു നമ്മുടെ മമ്മൂട്ടിക്ക് വരെ മിമിക്രി അറിയാലോ. പിന്നെ ആണോ? ശരിക്കും കണ്ണ പ്രധാനം. അഭിനയം കണ്ണീന്ന് വരണം. ഇതെങ്ങനെ?